സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സഭയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല. ചില വസ്തുതകൾ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. സർ, ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം 1000 രൂപയാണ് 2015-16. ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം. ഞാൻ തർക്കത്തിനല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാനും ഗവൺമെൻറ്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത്. പക്ഷേ വസ്തുത നമ്മൾ പറയണമല്ലോ. 16-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 23 ഡിസംബറിൽ 7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പം നമ്മൾ 7000 രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലൊരു മറുപടി ഇവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ്. സർ, ഇന്ന് 11-3-2025 രാജ്യസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെൻറ്റീവിനെ കുറിച്ചുള്ളതാണ്. കേരള ₹6,000 പെർ മന്ത് ആസ് ആഷ ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട്. സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ 7000 കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള മറുപടി 6000 എന്നാണ്. ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. ഇവിടെ സമരം നടക്കുമ്പോൾ ഇതെന്താണ് സർ കാണിക്കുന്നത്? സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെൻറ്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക. ഇവിടെ ഒന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല, ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത്? ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് 7000 കൊടുക്കുന്നു എന്നത്. എന്നിട്ട് പാർലമെൻറ്റിൽ കൊടുക്കുന്ന മറുപടിയിൽ 6000 എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. സർ, വേറൊരു പ്രചരണത്തിൻ്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ്. സിക്കിമിൽ 10000 ഉണ്ടെന്നുള്ളതാണ്. മന്ത്ലി ഫിക്സഡ് ഓണറേറിയം, സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് ₹6,000 ഡിസ്ബേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് 10000 എന്ന് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, സിക്കിമിൽ അത് 6000 മറുപടി പറയുന്നു. കേരളത്തിൽ 7000 കൊടുക്കുന്നത് 6000 എന്നീ മറുപടിയിൽ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. നമ്മുടെ MP-മാർക്ക്, പ്രത്യേകിച്ച് രാജ്യസഭയിലുള്ള MP-മാർക്ക് ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ദീർഘകാല MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും തോന്നുന്നു. കാരണം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചോദ്യമാരുടേതാണ്. ചോദ്യം ഹാരിസ് ബീരാൻ, അദ്ദേഹത്തിന് തന്നെ കൊടുക്കാവുന്നതാണ്. അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവകാശത്തെയും സഭയുടെ അവകാശത്തെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയല്ലേ. ശരി സർ, ഞാൻ അധിക സമയം എടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, 10000 രൂപയാണ് അഷ്വേർഡ് ഇൻകമായിട്ട്, വേതനം എന്ന് പറയാൻ പറ്റില്ല, ഓണററി ആണല്ലോ. അതിൽ 7000 കേരളം കൊടുക്കുകയാണ്. ബാക്കി 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. ആ 3000 രൂപയിൽ
60-40 നമുക്ക് എല്ലാവർക്കും അറിയാം. 1800 കേന്ദ്രം, 1200 സംസ്ഥാനം. അപ്പോൾ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന 10,000-ൽ 8,200 സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. 1,800 മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത്. സാർ, ന്യായമായിട്ടും സമരത്തിൽ ഉന്നയിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ്? 10,000 ഇപ്പോൾ ഉറപ്പ് കിട്ടുന്നു, പിന്നെ 3,200 പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട്, 3,200. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ 13,200 വരെ വരും. 10,000 സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ്. അതിന് 8,200 കൊടുക്കുന്നത് സംസ്ഥാനമാണ്. സമരാർക്കെതിരെ, സംസ്ഥാനത്തിനെതിരെ 1,800 മാത്രം കൊടുക്കുന്ന, അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ്. വലിയ കുടിശ്ശിക. ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല. എന്നിട്ടും സംസ്ഥാനം കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരെയായിട്ടാണ് വരേണ്ടത്? പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഇനി സർ, ഈ സമരത്തിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ട്രേഡ് യൂണിയൻ INTUC, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ STU, CITU, AITUC ഉൾപ്പെടെ ഒരൊറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തിനൊപ്പമില്ല. എന്തുകൊണ്ടാണ് സർ? അവരെല്ലാം തൊഴിലാളി വിരുദ്ധരായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഒറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തെ അംഗീകരിക്കാത്തത്? കാരണം വളരെ വ്യക്തമാണ്, ന്യായമാണ് അവരുടെ നിലപാട്, ട്രേഡ് യൂണിയനുകളുടെ നിലപാട്. സർ, എല്ലാ ട്രേഡ് യൂണിയൻ്റെ നിലപാടാണ്. INTUC സ്റ്റേറ്റ് പ്രസിഡന്റ് and President of All Kerala Pradesh Asha Workers Congress, R. Chandrasekharan, has said that the top Congress leaders should have contacted the INTUC before it. അത് വേറെ വിഷയം. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. INTUC and Asha Workers organizations have been demanding that these workers should be accepted as laborers/employees and not as health volunteers. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട്, ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നതാണ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യം. വോളണ്ടിയേഴ്സായിട്ട് അംഗീകരിക്കണം എന്നുള്ളതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് എന്താണെന്നറിയാമോ? കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ്, ശ്രദ്ധിക്കണം, എക്സെപ്റ്റ് ദാറ്റ് നോ ചേഞ്ച് മേ ബി മെയ്ഡ് ഡൺ ഇൻ ദ ബേസിക് ക്രൈറ്റീരിയ ഓഫ് ആശ ബീയിങ് എ വുമൺ വോളണ്ടിയർ എന്നാണ്. ഒരു സ്ത്രീ വോളണ്ടിയർ എന്ന കാര്യത്തിൽ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റിന് മാറ്റം വരുത്താൻ പറ്റില്ല. ബാക്കി എല്ലാം സ്റ്റേറ്റിന് മാറ്റാം. എന്താ കാരണം പൈസ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതാണ്. ഇവരെ വോളണ്ടിയർ അല്ലാതായി ജീവനക്കാരായി മാറ്റിയാൽ ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും, മിനിമം വേജ് ഉറപ്പാക്കേണ്ടി വരും, പെൻഷൻ നൽകേണ്ടി വരും, ESI, PF ഉൾപ്പെടെയുള്ളവ അനുവദിക്കേണ്ടി വരും, ഗ്രാറ്റുവിറ്റി അനുവദിക്കേണ്ടി വരും. സാധാരണ ഒരു ജീവനക്കാരന് തൊഴിലാളിക്കുള്ള എല്ലാ അവകാശവും കിട്ടും. അത് കിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തരുത് എന്ന് കേന്ദ്രം എഴുതി വച്ചിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം. ഞാൻ മനസ്സിലാക്കിയത് 18-ാം തീയതി തന്നെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു എന്നതാണ്. 18-ാം തീയതി തന്നെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു, കിട്ടിയില്ല. ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു കത്ത് കൊടുത്തു. ആ കത്തിലും അത് നാവ് മേടിച്ചു പോയതാണ്. ആ കത്തിലും റീട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, however the guidelines for accredited social health activists ASHA issued by Ministry of Health and Family Welfare recognizes ASHA as women volunteer only when over the years their responsibilities have increased manifold. Considering their significant contributions to health of our population and the time they are expected to put into the work, I request you to reconsider this provision and recategorize ASHA as health workers. ഇതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ, CITU, INTUC, STU, AITUC ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യത്തിനൊപ്പമാണ് സർ കേരള സർക്കാർ നിൽക്കുന്നത്. ഈ ആരോഗ്യമന്ത്രി ഇന്നലെയും ആവശ്യപ്പെട്ട കാര്യം അതാണ്, ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത്. സർ, 2013 ഇന്ത്യൻ ലേബർ കോൺഫറൻസ് യുനാനിമസായി ശുപാർശ ചെയ്തത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, വോളണ്ടിയേഴ്സായിട്ടല്ല. മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഒറ്റത്തവണ അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുള്ളൂ. അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു, പിന്നെ നടന്നിട്ടില്ല. 2015 2015 വീണ്ടും യുനാനിമസ് ശുപാർശയാണ്, ഏകകണ്ഠമായ ശുപാർശയാണ്. എന്താണ്? ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം. ഗുജറാത്ത് ഹൈക്കോടതിയുടെ
വിധിയുണ്ട്. അംഗൻവാടി ജീവനക്കാരെ സ്കീം വർക്കേഴ്സ് ആണല്ലോ, അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. 2022 സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് ഗ്രാറ്റുവിറ്റി ഉള്ളത്? ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ്. സംസ്ഥാനങ്ങൾ BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, JP നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഒരുറപ്പ് നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം, പത്രങ്ങളിലെല്ലാം വന്നു. ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇപ്പോൾ കൂട്ടേണ്ട കാര്യമില്ല, പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ്. ഒരു കമ്മിറ്റ്മെൻറ്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല. കൊടുക്കുന്നത് 1800 ആണേ. ആ 1800-ൽ നിന്നൊരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിലില്ല എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടേതുൾപ്പെടെയുള്ള നമ്മുടേതുൾപ്പെടെയുള്ള യൂണിയനുകൾ, എല്ലാ യൂണിയനുകളും, ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത്. സാർ, ഇത് ഈ വസ്തുത ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയായി. ഇന്നൊരു പത്രവാർത്ത കണ്ടു. പാർട്ട് ടൈം എന്ന് സംസ്ഥാനം പറയുന്നു, പക്ഷേ ഫുൾ ടൈം എന്നുമായിട്ട് സമരക്കാർ ഫുൾ ടൈം ആണെന്ന് തെളിയിക്കുന്നത്. സർ, ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യമാണ്. 12/3/2025 ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി. ഇതാ ഈ 12/3/2025. എന്താണ്? നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പൂർത്തീകരിക്കണമായിരുന്നു ആശാ വർക്കർമാർ. 10 എണ്ണത്തിൽ 5 എണ്ണം പാലിച്ചാലേ ഓണറേറിയം കിട്ടും. 12/3/2025 മുതൽ ഉപാധിരഹിത ഓണറേറിയമാക്കി മാറ്റി. ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു. സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരാവശ്യമായിരുന്നു. അത് അംഗീകരിച്ചു. ഇപ്പോൾ ഇവര് ഈ പറഞ്ഞ 10 മാനദണ്ഡങ്ങളിൽ ഒന്നും പാലിക്കണമെന്ന വ്യവസ്ഥയില്ല, ഉപാധിരഹിതമായിട്ടുള്ള ഓണറേറിയമാക്കി. അത് പരിഹരിച്ച ശേഷവും ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ്. അപ്പൊ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 12/3/2025 പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത്? പ്ലീസ് സർ, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ രേഖയാണ്. അല്ലല്ല സാർ, അല്ലല്ല, ഞാൻ വസ്തുതയില്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ സർക്കാരിന്റെ ഉത്തരവുണ്ട്. 12/3/25 ഉത്തരവ് ഞാൻ വായിക്കാം. അവരെ അവമാനിക്കാൻ കള്ളം പറയുകയാണ്. അല്ല, അതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മിനിസ്റ്ററെ കുറിച്ചല്ലോ പറഞ്ഞത്. അല്ലല്ല, മിനിസ്റ്ററെ കുറിച്ചല്ല പറഞ്ഞത്. ശരി, ഞാൻ തെറ്റായി ധരിച്ചതാണ്. 12 ഇത് സർക്കാർ ഉത്തരവാണ്. 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പൂർത്തീകരിച്ചാൽ ഓണറേറിയമായ 7000 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ തുക ആശമാർക്ക് ഓണറേറിയമായി അനുവദിക്കുന്നതിന് മേൽപ്പറഞ്ഞ പ്രകാരം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാകുന്നു. സർ, എന്തിനാണ് ഈ സമരം ഇനിയും തുടരുന്നത്? അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ അനുഭാവപൂർണമായ നിലപാടുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടത്, ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത്. കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ്. സംസ്ഥാനം ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്.